യുദ്ധഭീഷണി വീണ്ടും ഇസ്രയേൽ പലസ്തീന് നേരെ ഉയർത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വളരെ ഭീതിയോടുകൂടിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ നോക്കിക്കാണുന്നത്. ശനിയാഴ്ച ഉച്ചയോടുകൂടി ബന്ദികളെ കൈമാറിയിട്ടില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധമെന്ന മുന്നറിയിപ്പാണ് ഹമാസിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. 4 മണിക്കൂർ നീണ്ടുനിന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം തന്നെ മോചിപ്പിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിന്റെ തടവിൽ ഇനി അവശേഷിക്കുന്ന 76 ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണോ, അതോ ഈ ശനിയാഴ്ച മോചിപ്പിക്കാനിരിക്കുന്ന 3 പേരെ മാത്രമാണോ മോചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നെതന്യാഹു വ്യക്തമായി പറയുന്നില്ല. അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഹമാസിന്റെ നീക്കം എന്തായിരിക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രയേൽ സമാധാന കരാർ റദ്ദാക്കുമെന്നും നരകം തുറക്കട്ടെ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നരകവാതിൽ തുറക്കാൻ തന്നെയാണ് ഇസ്രയേലും തയ്യാറെടുത്തിരിക്കുന്നത്. ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല. ഇനിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പൂർണ്ണമായ ശുദ്ധികലശം തന്നെയായിരിക്കും. എല്ലാവരെയും തീർത്ത് കെട്ടിയിട്ട് ഇത് അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലേക്ക് തന്നെയായിരിക്കും ഇസ്രയേൽ കടക്കുന്നത്. ജോ ബൈഡൻ അല്ല, പകരം ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നത് ട്രംപാണ്. ഒറ്റയടിക്ക് കാര്യങ്ങൾ തീർത്ത് കെട്ടുന്നതിൽ, പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിൽ പേരുകേട്ട ട്രംപ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആവലാതി തന്നെയാണ് ഏവർക്കുമുള്ളത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ബന്ദികളെ കൈമാറില്ല എന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹമാസിന്റെ ഭീഷണി ഉയർത്തിയത്. അതോടെയാണ് മധ്യപൂർവ്വ ദേശ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഇടപെടേണ്ടി വന്നത്. ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത്. വെടിനിർത്തലിന് പിന്നാലെ എന്തു ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇസ്രയേലിന് പൂർണ്ണ അധികാരം നൽകുകയാണ്. ഇസ്രയേലിന്റെ ഇഷ്ടാനുസരണം മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. മുന്നറിയിപ്പിന് പിറകെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. എന്നാൽ താൻ പറഞ്ഞത് ഹമാസിന് കൃത്യമായി മനസ്സിലായി എന്നാണ് ട്രംപ് പറയുന്നത്. ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. നരകമായ ഒരു മേഖലയെ സ്വർഗവാതിലാക്കി മാറ്റാനാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിനവിടെ ഉണ്ടായിരിക്കുന്ന പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കാനോ ഭീകരരെ ഉന്മൂലനം ചെയ്യാനോ ഒന്നും തന്നെ ട്രംപ് മടിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് അധികാരത്തിലേക്കാണ് അമേരിക്ക ഇത് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യവും ട്രംപ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നു. തീച്ചുളകൾ മാത്രമാകുന്നു എങ്ങുമെങ്കിൽ അവിടെ ആളുകൾ പലായനം ചെയ്യും, നിരവധി ആളുകൾ മരിച്ചു വീഴും. അതിന് പിന്നാലെ അമേരിക്ക ആ സ്ഥലം സ്വന്തമാക്കാനാണോ ഇതിന് പിന്നിൽ ലക്ഷ്യമെന്നും പലരും സംശയിക്കുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ മറുപടിയുമായി മുതിർന്ന ഹമാസ് നേതാവ് സമി അബൂ സുഹ്രിയും രംഗത്ത് വന്നിരുന്നു. തങ്ങൾ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധരാണെന്നാണ് പറയുന്നത്. പക്ഷേ കരാർ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും താമസമോ സങ്കീർണതയോ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി തങ്ങളല്ല, മറിച്ച് ഇസ്രയേൽ ആയിരിക്കും എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവനയോടുള്ള ഹമാസിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും ഒരുപോലെ മാനിക്കേണ്ട ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള മാർഗം അത് മാത്രമാണെന്നും ഭീഷണിയുടെ ഭാഷ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനേ സാഹചര്യം ഒരുക്കൂ എന്നാണ് സമി അബൂ സുഹ്രി ഓർമ്മപ്പെടുത്തുന്നത്.